ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് മൺഡേ ജൂലൈ 6-നാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞത് അല്ലേ. അപ്പം നീട്ടി വലിച്ചു പോകേണ്ട നമുക്ക് ക്ലാസ്സിലോട്ട് കൊടുക്കാം. അപ്പം അതിനു മുൻപ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ഇതിൻ്റെയൊക്കെ ബേസിക് അറിയാത്തവരും ചിലപ്പോൾ, അതായത് കോഡിങ്ങിൻ്റെ ബേസിക് അറിയാത്തവരും ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരം വരുന്ന രീതിയിലാണ് ബേസിക് ആയിട്ടാണ് പറയുന്നത്. സോ BCA MCA അല്ലാണ്ട് കോഡിങ്ങായിട്ട് നല്ല അടുപ്പമുള്ളവരൊക്കെ ഈ 2-3 സെക്ഷൻസ്, അതായത് രണ്ട് മൂന്ന് വീഡിയോസ് സ്കിപ്പ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ പറയാനുള്ളത് എന്താ, നിങ്ങൾക്ക് ഏത് വിധ ഡൗട്ട്സ് വരികയാണെങ്കിലും, ഇപ്പം ഓരോരോ ക്ലാസ് കഴിയുമ്പോഴും ചിലർക്ക് ഡൗട്ട്സ് ഉണ്ടാവാം അല്ലേ. അപ്പം അത് ഏത് വിധത്തിലാണെങ്കിലും ബേസിക് ആയിട്ടുള്ള ഡൗട്ടാണെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. ത്രൂ കമൻറ്റ് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഇപ്പം ബേസിക് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയില്ലായിരിക്കും. അപ്പം ഇങ്ങനെ ഉണ്ടാവും, എന്താ ഞാനത് ചോദിച്ചാൽ മോശമായി പോവോ, അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ, ചോദിച്ചാൽ എല്ലാവരും എന്ത് വിചാരിക്കും, ഇതുപോലെ അറിയില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാണ്ടിരിക്കുക. എന്ത് ഡൗട്ട് വന്നാലും അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൈത്തണിൽ ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. സോ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് അറിയാതിരിക്കാം. അത് നിങ്ങൾ ഓരോരോ വീഡിയോ കഴിയുമ്പോഴേ നിങ്ങൾക്ക് കമൻറ്റ് ത്രൂ പറയാം. ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് കമൻറ്റ് ത്രൂ ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ് മുമ്പോട്ട് പോവാം. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. സോ എന്താണ് പൈത്തൺ? പൈത്തൺ എന്ന് പറയുന്നത് നമ്മുടെ C++, ജാവ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇതുപോലത്തെ ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പൈത്തൺ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഇറ്റ് ഈസ് എ ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരാളുടെ മൈൻഡിൽ വരുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ഭയങ്കര ടഫായിട്ടുള്ളൊരു സംഭവമായിരിക്കും ഹൈ ലെവൽ ലാംഗ്വേജ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ. സോ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അതായത് ഇംഗ്ലീഷ് കമാൻഡാണ് കൂടുതലും പൈത്തണിൽ വരുന്നത്. ഓക്കെ, അതായത് മെഷീൻ ലാംഗ്വേജ് അല്ല, പക്ക ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് കോഡിങ്ങിൽ വരുന്നത്. പിന്നെന്താ പറയാനില്ലേ, അതേപോലെ തന്നെയാണ് ജാവയും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പം ഇതിലൊരു തെറ്റിദ്ധാരണയുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, കൂടുതൽ പേർക്കും തെറ്റിദ്ധാരണയുള്ളത് ജാവയാണ് ഫസ്റ്റ് വന്ന ലാംഗ്വേജ് ആണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും കേട്ട് വരുന്നത് ജാവ എന്നുള്ള ലാംഗ്വേജ് ആണ് അല്ലേ. സിനിമയിൽ പോലും ജാവ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് വന്നിട്ടുള്ള ലാംഗ്വേജ് ഒരിക്കലും ജാവയല്ല. ജാവ വന്നിട്ടുള്ള 1995 വന്നിട്ടുള്ളത്. 96 പബ്ലിക്കലി റിലീസ് ചെയ്തു. ഓക്കെ, പക്ഷേ പൈത്തൺ വന്നിട്ടുള്ളത് 1989 പൈത്തൺ വന്നത്. റിലീസായത് 1991. ഓക്കെ, 89 ലോഞ്ച് ചെയ്തു, 1991 റിലീസ് ചെയ്തു. അപ്പം ജാവയെക്കാളും ഫസ്റ്റ് വന്നിട്ടുള്ള ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. പക്ഷേ പബ്ലിസിറ്റി കൂടുതലായിട്ട് പൈത്തണിന് കിട്ടിയത് 2021 ആ ടൈമിലാണ് പൈത്തൺ കൂടുതലും എല്ലാവരിലേക്കും അറിയാൻ തുടങ്ങിയത്. ഓക്കെ, എന്തെന്ന് വെച്ചാൽ ആ ടൈമിൽ പൈത്തണിൻ്റെ ഡിമാൻഡ് കുറച്ച് കൂടി. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കണം, അതായത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാവണം, പറഞ്ഞാലും മനസ്സിലാവണം. പിന്നെ മെഷീൻ ലേണിംഗ്, AI വന്നു. ഇതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ട് വരുന്നത് ഈ പൈത്തൺ ആണ്. അതുകൊണ്ടാണ് പൈത്തൺ ആ ടൈമിൽ പൈത്തണിന് ഡിമാൻഡ് കൂടി വന്നത്. ഓക്കെ, പിന്നെന്താ പൈത്തണിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് വൺ മിസ്സായത്, ഹൂ ഡെവലപ്ഡ് പൈത്തൺ? ആരാണ് പൈത്തൺ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്? പൈത്തൺ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ഗീഡോ വാൻ റോസം ആണ്. അപ്പം നമ്മൾക്ക് റീഡ് ചെയ്യുന്ന ടൈമിൽ ഗീഡോ കിട്ടില്ല, പക്ഷെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഗീഡോ വാൻ റോസമാണ് പൈത്തൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് പൈത്തണിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത്. കൂടുതൽ പേരും പൈത്തൺ എഡിറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് പൈച്ചാമാണ്, അതായത് കോഡിംഗ് സെക്ഷൻ
കോഡിങ് എഴുതുന്നത് പൈച്ചാമിലാണ്. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ ജൂപ്പിറ്റർ നോട്ട്ബുക്കാണ്. അപ്പം നമ്മളും ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഫോളോ ചെയ്തിട്ട് പോവാം. ഇപ്പം നമുക്ക് IT സെക്ഷനിലൊക്കെ ഇൻ്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ അവർ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത് എന്തിലാണ്? ജൂപ്പിറ്റർ നോട്ട്ബുക്കിലാണ്. അപ്പം നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ തന്നെ ചെയ്തിട്ട് പോവാം. VS കോഡിൽ ചെയ്യുന്നതും നല്ലതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ നമുക്ക് വേണ്ടത് പൈത്തൺ എഡിറ്ററാണ്. ഓക്കെ, എഡിറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജൂപ്പിറ്റർ നോട്ട്ബുക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ചെയ്യാം, ജൂപ്പിറ്റർ ലാബിൽ ചെയ്യാം, VS കോഡിൽ ചെയ്യാം, അങ്ങനെ ഒരുപാട് എഡിറ്റേഴ്സിൽ നമുക്ക് യൂസേജ് ചെയ്യാം. ഈ എഡിറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് അനക്കോണ്ട പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ അനക്കോണ്ടയാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസർ ഏതാണോ അത് ഓപ്പൺ ചെയ്യുക. ഏത് ഇമെയിൽ ID വെച്ചിട്ടാണോ സൈൻ ഇൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ www.anaconda.com അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുന്ന പേജിൽ ഇവിടെ സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ട്, അവിടെ സൈൻ ഇൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൈൻ ഇൻ വിത്ത് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ എടുത്താൽ നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുള്ള മെയിൽ ID വെച്ചിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. ഞാൻ ഷൂട്ടർ മൈൻഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. അപ്പം നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള മെയിൽ ID വെച്ചിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കണ്ട ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഐക്കൺ ഓപ്പൺ ചെയ്യാം. ഇതിൽ 3 OS കൊടുത്തിട്ടുണ്ട്: വിൻഡോസ്, മാക്, ലിനക്സ്. അപ്പം നിങ്ങളുടെ ഏത് OS ആണ് അത് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ എൻ്റെത് വരുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പം ഞാൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആനക്കൊണ്ട ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതാ ആനക്കൊണ്ട ഡിസ്ട്രിബ്യൂഷൻ്റെ താഴെയായിട്ട് ഇതെൻ്റെത് 64 ബിറ്റ് ആണ് വരുന്നത്. സോ വിൻഡോസ് 64 ബിറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പം ഡൗൺലോഡ് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഐക്കൺ കാണാം ഡൗൺലോഡ് ആയിട്ട് വരുന്നത്. കുറച്ച് ടൈം എടുക്കും, 2 to 3 മിനിറ്റ്സ് എടുക്കും, അക്കോർഡിംഗ് ടു യുവർ നെറ്റ്വർക്ക് സ്പീഡ്. ഓക്കെ, സോ നമ്മുടെ അനക്കൊണ്ട ഡൗൺലോഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഡൗൺലോഡ് ആവാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം 2 to 3 മിനിറ്റ്സ് ആണ്. നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ടൈമിംഗ് ഇരിക്കും. നെക്സ്റ്റ് നമ്മളിത് ഓപ്പൺ ചെയ്താൽ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് വരും. അപ്പം ഇൻസ്റ്റാളേഷൻ്റെ ഭാഗം ഇപ്പോൾ വരും. അപ്പം ഇങ്ങനൊരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഐ അഗ്രി. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് ഇവിടെ വരുന്നത് നിങ്ങളുടെ അനക്കൊണ്ട ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടെയാണെന്നുള്ള പാത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ കണ്ടോ, ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് വരണമെന്നില്ല. ഈ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്താൽ കുറേ ഐക്കൺസ് കാണുന്നുണ്ടല്ലോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അനക്കൊണ്ട നേവിഗേറ്റർ കാണിക്കണോ, അതോ നിങ്ങൾക്ക് സെർച്ച് ബാറിൽ പോയിട്ട് അനക്കൊണ്ട സെർച്ച് ചെയ്ത് കിട്ടുന്നതാണോ നല്ലത് എന്നുള്ള രീതിയിലാണ്. ക്രിയേറ്റ് ഷോർട്ട് കട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത ഉടനെ കിട്ടുന്ന സ്ക്രീനിൽ അനക്കൊണ്ട നേവിഗേറ്റർ ഐക്കൺ കാണുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ബാറിൽ പോയിട്ട് സെർച്ച് ചെയ്യേണ്ടി വരും. സോ നല്ലത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതല്ല. സോ ഞാൻ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻസ്റ്റാൾ ചെയ്യാം. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ്, ദെൻ ഫിനിഷ്. അതോടുകൂടി നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് ഇതിൻ്റെ ഷോർട്ട് കട്ട് വന്നിട്ടുണ്ടോ നോക്കാം. മെയിൻ സ്ക്രീനിൽ
ഇതാ ഇത് കണ്ടോ, അനക്കൊണ്ട നേവിഗേറ്റർ. അപ്പം നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും, 1 to 2 മിനിറ്റ്സ് എടുക്കും. അപ്പം വെയിറ്റ് ചെയ്യാം. അത് ഇൻസ്റ്റാളേഷന് കുഴപ്പമില്ല, ഓൾറെഡി അനക്കൊണ്ട നാവിഗേറ്റർ ഓപ്പൺ ചെയ്യാൻ ഇത്രയും ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ കാണുന്നതൊക്കെ നമുക്ക് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എൻവയോൺമെന്റ്സ് ആണ്, ലൈബ്രറീസ് ആണ്, എഡിറ്റേഴ്സ് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പൈത്തൺ ചെയ്യാൻ വേണ്ടിയിട്ട് പൈച്ചാം എഡിറ്റർ യൂസ് ചെയ്യാം, ജൂപ്പിറ്റർ ലാബ് യൂസ് ചെയ്യാം, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ VS കോഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് എഡിറ്റേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ പക്ഷെ ചെയ്യുന്നത് ജൂപ്പിറ്റർ നോട്ട്ബുക്കിലാണ്. അപ്പം അനക്കണ്ടയുടെ യൂസേജ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അനക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ സെപ്പറേറ്റ് നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇങ്ങനത്തെ ടാബ് ഓപ്പൺ ചെയ്താൽ ഇടക്ക് വരും, മീൻസ് വന്നാൽ നോ റിമൈൻഡ് മീ ലേറ്റർ കൊടുത്താൽ അത് പൊക്കോളും. അപ്പൊ പറഞ്ഞു വന്നത്, നമുക്കിതൊക്കെ പ്രത്യേകം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്തുകൊണ്ട്? അനക്കോണ്ട നേവിഗേറ്റർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട്. ഇപ്പൊ നമുക്ക് വേണ്ടത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആണ്. നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലോഞ്ച് ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയുണ്ട്, എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് പ്രോസസ്സ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപോവാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്ത് വരിക. ഇതില് അനക്കൊണ്ട 3 ആണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ട്, അതിൽ അനക്കൊണ്ട 3 ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതില് കോണ്ടാബിൻ, ഈ കോണ്ടാബിന്നിലാണ് നമുക്ക് എന്താ പ്രോഗ്രാം ഫയൽസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഫയലിന് വേണ്ടിയിട്ട് ന്യൂ എടുക്കുക. ഇതില് പൈത്തൺ 3 IPY കേണൽ കണ്ടോ, ഈ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് പൈത്തൺ 3 ഒരു പുതിയൊരു കേണൽ ഓപ്പൺ ആയി വന്നു. കേണൽ മീൻസ് നമ്മുടെ കോഡ്സും പ്രോഗ്രാംസും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് കേണൽ എന്ന് പറയുന്നത്. അവിടെയാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ഫയൽസ് ഉണ്ട്, എഡിറ്റ്സ് ഉണ്ട്, വ്യൂ ഉണ്ട്, റൺ ഉണ്ട്, കേണൽ, പിന്നെ സെറ്റിംഗ്സ്, ഹെൽപ്സ് എല്ലാം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കോഡ് കട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യണമെങ്കിൽ കട്ട് ഓപ്ഷൻ ഉണ്ട്, പേസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, കോപ്പി ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ കോഡ് കണ്ടോ, ഈ കോഡിൽ നമുക്ക് ഇതൊരു സെല്ലാണ്, ഇവിടെ സെൽ നമ്പർ ഒക്കെ വരും. ഈ സെല്ലിൽ നമുക്ക് കോഡ് ആണ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് കോഡ് എടുക്കാം. ഓക്കെ, അല്ല നമുക്കൊരു ടെക്സ്റ്റ് ആണ് ടൈപ്പ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതില് മാർക്ക് ഡൗൺ ഓപ്ഷൻ എടുത്താൽ നമുക്കിവിടെ ടെക്സ്റ്റ് ഓപ്ഷൻ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം പ്രോഗ്രാമിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് എൻ്റർ ആണ് അടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. നമുക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല, നമ്മൾ അടിച്ചു കൊടുത്ത അതേ ടെക്സ്റ്റ് ഇവിടെ ഔട്ട്പുട്ടായി വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പിന്നെയും നമുക്ക് ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി കോഡായി വന്നു. അപ്പോൾ കോഡാണെങ്കിൽ കോഡ് ടൈപ്പ് ചെയ്യാനല്ല, വീണ്ടും ടെക്സ്റ്റ് ആണ് വേണ്ടതെങ്കിൽ മാർക്ക് ഡൗൺ എടുക്കാം. ഓക്കെ, ഞാൻ വേറൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഷിഫ്റ്റ് എൻ്റർ അല്ലാണ്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയും ഓപ്ഷൻ ഉണ്ട്, റൺ. ഇതിൽ
റൺ സെലക്റ്റഡ് സെല്ല് ചെയ്താലും ഇത് റൺ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കാണിക്കും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് സെല്ലിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഓപ്ഷൻ കോഡായിട്ട് വരും. അപ്പോൾ ഇവിടെ കോഡിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കാം ടെക്സ്റ്റ്. ഓക്കെ, എൻ്റർ, ഷിഫ്റ്റ് എൻ്റർ അടിച്ചാൽ റൺ ചെയ്ത് വരും. ഇവിടെ കണ്ടോ എറർ കാണിക്കുന്നത്? ബിക്കോസ് നമ്മൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഒരു കോഡല്ല, ഒരു ടെക്സ്റ്റ് ആണ്. അപ്പം കോഡിൽ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എറർ കാണിക്കും. ഇപ്പം കോഡിൽ നമ്മൾ നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുകയാണെങ്കിലോ, ഷിഫ്റ്റ് എൻ്റർ, കണ്ടോ ഇവിടെ നമ്പർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പം നമുക്ക് കോഡിലെ നമ്പേഴ്സ് പ്രശ്നമില്ല. അല്ല, ഇപ്പം ഇവിടെ നമ്മൾ മാർക്ക് ഡൗൺ എടുത്തു, അതായത് ടെക്സ്റ്റ് ഫീൽഡ് ആണെന്ന് പറഞ്ഞു അല്ലേ, ഇതിൽ നമ്പർ അടിച്ചു നോക്കിയാലോ, റൺ ചെയ്യാൻ കൊടുക്കാം. കണ്ടോ ആ നമ്പർ അതുപോലെ തന്നെ നമുക്ക് വന്നു. ഇനി ഒരു ഓപ്പറേഷൻ കൊടുത്താലോ, 2 + 3. ഓക്കെ, ഷിഫ്റ്റ് എൻ്റർ അടിച്ചു, അതിന്റെ ഔട്ട്പുട്ട് 5 എന്ന് നമുക്ക് കിട്ടി. ഇതെന്താ, നമുക്ക് കോഡിൽ കൊടുത്തതുകൊണ്ടാണ് അതിന്റെ ഔട്ട്പുട്ട് 5 എന്ന് കിട്ടിയത്. ഇനി നമുക്ക് മാർക്ക് ഡൗണിൽ ഇതേ ഓപ്പറേഷൻ കൊടുത്തു നോക്കാം. 2 + 5. കണ്ടോ, നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കുന്നത്. അപ്പം ഈ മാർക്ക് ഡൗൺ എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്താണ് വേണ്ടത് അതുപോലെ ടൈപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് മാർക്ക് ഡൗൺ എന്ന് പറയുന്നത്. കോഡ് എന്ന് പറയുന്നത് നമുക്ക് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സെല്ലാണ് കോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇതിൽ എറർ വന്നു അല്ലെ, ഇതിൽ എററിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഈ സെല്ലിനെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ഡൗൺ ആയിട്ട് കൊടുക്കാം. എന്നിട്ട് സെല്ല് റൺ ചെയ്യാം. ഇപ്പൊ കണ്ടോ, അത് റൺ ചെയ്തിട്ട് മാർക്ക് എന്ന് ഔട്ട്പുട്ട് കാണിച്ചു. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടിയിട്ട് ഒരൊറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബേസിക് ആയിട്ടുള്ള ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ളവര് കോഡിങ്ങിന്റെ ഇതിൽ സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അനക്കൊണ്ടയുടെ ഡൗൺലോഡ് പാർട്ട് ആൻഡ് ഇൻസ്റ്റാളേഷൻ പാർട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെക്കുക. ഞാൻ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ കാണിച്ചതുപോലെ ഓരോന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് നോക്കി വെക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. കോമെൻറ്റ് ത്രൂ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ വരുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ പ്രിൻ്റ് ചെയ്യാം, എങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് കാണാം എന്നൊക്കെ ജസ്റ്റ് കണ്ടെങ്കിലും പലതരത്തിലുള്ള പ്രിൻറ്റിങ് മെത്തേഡ്സൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. പിന്നെ കൊട്ടേഷൻസ്, സെമി കോളന് എന്തുകൊണ്ട് ഇതിൽ വരുന്നില്ല, കോളം എന്തൊക്കെ വരുന്നുണ്ട്, പിന്നെന്താ ഇൻഡൻറ്റേഷൻ, എന്താണ് ഇൻഡൻറ്റേഷൻ, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുമായിരിക്കും. താങ്ക് യു ആൻഡ് ബൈ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ ദിവസവും 6 PM നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനും മിസ് ചെയ്യാണ്ടിരിക്കാനും നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ കാണുന്ന നോട്ടിഫിക്കേഷനിൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക് യു.